ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ? അപ്പം ഞാനിന്ന് രാവിലത്തെ ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് ഹെസമോളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടോള് നീച്ചട്ടോ. നീച്ചിരുന്നുണ്ട്. ഫസ്റ്റ് ഓൾക്ക് മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻ്റർജോയി. അപ്പോൾ എന്നെന്ത് ഉറങ്ങി നീച്ചിട്ടുള്ളൂ തരിക പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ തരുവച്ചിട്ട് തരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 5-5:30 സമയമായിക്കണം കേട്ടോ. ഒരു പ്രത്യേകത ഉണ്ട്. യിസൂൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ യിസൂന് പരിപാടി പ്രാവശ്യമല്ല കേട്ടോ. മറ്റേത് ഓന് എല്ലാ വർഷവും ഡാൻസിന് കൂടുന്നതാണ് ആനുവൽ ഡേക്ക്. പക്ഷേ ഇപ്രാവശ്യം ഓന് കൂടിയിട്ടില്ല. അതേപോലെ തന്നെ അപ്പോൾ എന്തായാലും കാണാൻ പോകണം, അവൻ്റെ ഫ്രണ്ട്സുകളുടെ പരിപാടി ഉണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ യിസുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ മാറ്റി നോക്കണം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞേക്ക് ഭക്ഷണം കൊടുത്തു. അപ്പോൾ വേഗം മാറ്റി നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹെസമോൾക്ക് ഭക്ഷണം കൊടുക്കലും ഞാൻ കഴിക്കലും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഹെസമോളെ മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. പരിപാടിയൊക്കെ 6-6:30 സമയത്ത് തുടങ്ങിയിരിക്കും കേട്ടോ. പക്ഷെ ഞങ്ങൾ പോണത് 7:30-8 മണിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ തന്നെ പോണത് കേട്ടോ. എവിടേക്കെങ്കിലും പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെസമോള് എപ്പോഴും ഉള്ള പോലെ ആവില്ല കേട്ടോ. ഒന്നും കൂടി ശരിക്കും നിന്നിരും. അപ്പോൾ എനിക്ക് നല്ലോണം ഓളെ മുടി കെട്ടി കൊടുക്കാൻ പറ്റിട്ടോ. മറ്റേത് അങ്ങോട്ട് തിരിഞ്ഞിട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടും ഒന്നും റെഡിയാവില്ല. പിന്നെ 2 സൈഡൊക്കെ പിടിച്ച് കെട്ടി കൊടുക്കണേന്. അപ്പം ഞങ്ങൾ 3 പാടെ സ്കൂട്ടിപ്പോൾ പോകാമെന്ന് കേട്ടോ വിചാരിക്കണത്. പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന സമയത്ത് പെട്ടെന്ന് പോരണം തന്നെ വിചാരിക്കണത്. കഴിഞ്ഞ പ്രാവശ്യം 2 മണി 3 മണിയൊക്കെ കൊണ്ട് പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത്ര പേരെ നിൽക്കണില്ല. ഞങ്ങൾ ഏകദേശം ഒരു 10-11 മണിക്ക് പോരണം തന്നെ വിചാരിക്കണത്. തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ റിസ്ക് ആയിരിക്കും. ഹെസമോള് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് പോരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഒരു പ്രാവശ്യം ഇതേപോലെ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഹെസമോള് മുന്നിൽ നിൽക്കായിരിക്കും. പക്ഷെ ഓള് ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഓളെ കാലുകൊണ്ട് ഇങ്ങനെ ഇതാക്കലും ഉണ്ട്. അതേപോലെ തന്നെ ഓരോന്ന് സംസാരിച്ചിരിക്കലൊക്കെ കേട്ടോ. പക്ഷേ പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല പേടിയും കാര്യങ്ങളുണ്ട് കേട്ടോ സ്കൂട്ടിയുമ്പോൾ പോകുമ്പോൾ. പിന്നെ ഓളെവിടെ മാത്രം നിർത്താൻ പറ്റൂല, നോക്കാനിരിക്കാനും. അപ്പം അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഓൾക്കും വേണം ഞങ്ങളെ കൂടെ പോരുക. അപ്പം ഞാൻ ഹിസൂൻ്റെ ഹെസമോളെയും മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിയും കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു വെറുതെ വീഡിയോസും കാര്യങ്ങളും വെറുതെ എടുത്താണത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം സ്കൂളിൻ്റെ മുന്നിലെത്തിട്ടോ. പക്ഷെ ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്കാണ് സ്കൂള്. അപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയേക്കാണ്. ഉള്ളിലേക്ക് നിർത്തിയില്ല. കുറച്ചുകൂടി പോവാണ്ട് കേട്ടോ മെയിൻ റോഡിൽ നിന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് പോരണമെന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങൾ വണ്ടി റോഡ് സൈഡിൽ നിർത്തിയിട്ട് പിന്നെ സ്കൂൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കുറേ നടക്കാണ്ട് കേട്ടോ. കുറേ ഒന്നുമില്ല, നല്ല അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ. അപ്പോൾ വണ്ടികൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയായി. അപ്പോൾ യിസു പ്രത്യേകിച്ച് പറയുകയും ചെയ്തു റോഡ് സൈഡിൽ നിർത്തിയാൽ മതി, ഉള്ളിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടി ഞാൻ അവിടെ തന്നെ നിർത്തിയത്. അപ്പോൾ നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഓനെ ചേർക്കാത്തതുകൊണ്ട് വല്ല സങ്കടമായി കേട്ടോ. കാരണം ഓൻ പറഞ്ഞേ ഇപ്രാവശ്യം വേണ്ട എന്ന് പറയണം. ഓനക്ക് കാലുകൊണ്ട് വയ്യാതെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വേണ്ട എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം എന്തായാലും പങ്കെടുപ്പിക്കണം. ഞങ്ങൾ ചെന്നപ്പോൾ സംസാരമോ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഓരോരുത്തർക്കുള്ള ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇരിക്കാനും സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. കാരണം ബാക്കിൽ ഏകദേശം ഒരു സെൻട്രലായിട്ടാണ് ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയത്. പക്ഷെ അവിടെ നിന്ന് ഇരുന്നിട്ട് എനിക്ക് ശരിയാവണില്ല കേട്ടോ, കാണുന്നുണ്ടായിരുന്നില്ല. വേഗം കുറേ കഴിഞ്ഞിട്ട് പിന്നെ മുന്നിലേക്ക് ഇങ്ങനെ ഇരിക്കുകയും. അപ്പോൾ ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് തിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഓൾക്കാണെന്നുണ്ടെങ്കിൽ യിസു ആണെന്നുണ്ടെങ്കിൽ ഓൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഓൻ അങ്ങനെ പോയി. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. യിസു ഈ തിരക്കിൻ്റെ ഇടയിൽ ഓനെ കാണുമില്ലേ എന്നുള്ളതൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ അവനോട് പറഞ്ഞിരുന്നു എൻ്റെ അടുത്തേക്ക് വരുമുണ്ടോ, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പെയ്ക്കോ. പക്ഷെ നല്ല ഇടയ്ക്കിടയ്ക്ക് വരുമുണ്ടോ, കാരണം എന്നാൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ഈ ഒരു പരിപാടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറേ കുട്ടികൾ ഒരുമിച്ച് വന്നിട്ട് പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് 3 പേരായിട്ട് പിന്നീട് ഒരു ഗ്രൂപ്പായിട്ട് 3 ആൾക്കാർ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആൺകുട്ടികളെ കളിനേക്കാട്ടിലും പെൺകുട്ടികളെ ഡ്രസ്സിങ്ങും മേക്കപ്പും വരുമ്പോൾ അത് കാണാനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ കാരണം അത്രയും ഈ മേക്കപ്പും കാര്യങ്ങളും ഡ്രസ്സിങ്ങും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു.
പിന്നെ ഈ ഒരു പരിപാടി എന്താണ് പാട്ട് നിന്ന് പോയിട്ടോ കുട്ടികളത് അടിയിൽ വെച്ചിട്ട്. അപ്പം അത് എന്താണ് പിന്നീട് പാട്ട് വേറൊരു പാട്ടായിട്ട് മാറിയിട്ടോ അടിയിൽ. അപ്പോൾ കുട്ടികൾക്കും ആകെ കൺഫ്യൂഷനായി. എന്തായാലും അത് ആ പരിപാടി അവിടെ നിർത്തിയിട്ടോ. പിന്നീട് 2 പരിപാടി കഴിഞ്ഞിട്ട് അവളുടെ പരിപാടി വീണ്ടും നടന്നു. ഏകദേശം ഒരു 10 മണിയായ സമയത്ത് തന്നെ ഹെസമോൾ ഉറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ എവിടേക്കും നീക്കാതെ ഇരിക്കല്ലേ, അവിടെ ഇരുത്തിയിരുന്ന കേട്ടോ. പിന്നെ നീച്ചിട്ടില്ല, കാരണം ഒന്നാമത് എന്താണ് ആ പരിപാടി കണ്ട രസത്തിൽ അങ്ങനെ ഇരുന്നു. ഹെസമോൾ ഉറങ്ങി. അപ്പം എന്തായാലും അവിടെ നിന്ന് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ ഓളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചാൻ വേണ്ടിയിട്ടേ. കാരണം ഞാൻ പറഞ്ഞു താക്കോല് കാണാനല്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര ഇതായി. അപ്പം എവിടെ എന്താ ചോദിച്ചിട്ട് ഉറക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് നീച്ചു താക്കോല് തിരയാൻ വേണ്ടി നിൽക്കണോള്. എൻ്റെ അടുത്തുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓളെ ഉറക്കമൊന്ന് പോട്ടെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു താക്കോല് കാണാനല്ലേ, നമ്മളിനി എങ്ങനെ പോകുക ചോദിച്ചു. അതിലോൾ ഉറക്കത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് നീച്ചു. താക്കോല് എവിടെ ഇങ്ങനെ ചോദിക്കണം. പോക്കറ്റിലുണ്ടോ നോക്ക്, ബാഗിലുണ്ടോ നോക്കുന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഉറക്കമൊക്കെ പോയിട്ടോ. പിന്നെ വണ്ടിപ്പോൾ പോരാൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ പതുക്കെ അങ്ങനെ പോന്നു വീട്ടിക്ക്. പിന്നെ ഇപ്പം ഈ ഒരു വീഡിയോ നേരം വെളുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. ഞാൻ അതും പാടെ ഇതിൽ ഉൾപ്പെടുത്തിയേക്കണു. അപ്പം രാവിലെ എന്താണ് എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. കാരണം കുറച്ച് നേരം വെളുത്തിട്ടാണ് ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നലെ ടൈം വൈകിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത്. എന്തായാലും ഞാൻ ചെറുപയറുണ്ടായിരുന്നു വെള്ളത്തിലിട്ടത്. അപ്പം അതിങ്ങനെ വെക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുപയറും കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ എന്താണ് ഞങ്ങളെ സ്കൂളിൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ പിന്നെ വല്യമ്മ ഓലൊക്കെ സ്കൂളിൽ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആക്കാൻ കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് അവിടുത്തെ ചെറുപയറൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഞങ്ങളടുത്തൊരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ ചെറുപയർ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അന്ന് മുതൽ തൊട്ടിട്ട് എനിക്ക് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുകൊണ്ട് എന്തുണ്ടാക്കുകയാണെങ്കിലും എനിക്കിഷ്ടമാണ്. അപ്പോൾ പിന്നെ കറി പറയണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ കഴുകി റെഡിയാക്കാൻ നിൽക്കുകയാണ്. അതിക്കൊരു ഉള്ളിയും തക്കാളി എടുത്ത് വെക്കണം കേട്ടോ, വേറെ ഒന്നും ഇടുന്നില്ല. അങ്ങനെ കറിക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഞാൻ എന്താണ് 2 അപ്പം ചുട്ട് വെച്ചുക്കണു. കാരണം ഈ സോണി കാരണം കറി നാവാൻ സമയമല്ല കേട്ടോ. ഏകദേശം നേരം വെളുത്ത് തുടങ്ങിയിരിക്കണം. ഇപ്പം തുടങ്ങും മദ്രസക്ക് മാറ്റലും ഫ്രഷ് ആവലും ഒക്കെ ഒരുമിച്ചായിരിക്കും. കാരണം പറഞ്ഞ സമയം വൈകിട്ടാണ് നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയാൻ എന്തായാലും വരുമ്പത്തിന് വേണം. അതേപോലെ തന്നെ ഇനി സ്കൂൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുത്തയക്കാൻ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കണത്. അങ്ങനെ രണ്ടാളും നല്ല ഉറക്കത്തില്ല കേട്ടോ. അപ്പോൾ നീസൂനെ പോയിട്ട് വിളിച്ചാണ് നീച്ച് പറഞ്ഞിട്ട്. ഹെസമോള് അറിഞ്ഞിട്ടില്ല ഞാൻ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ഓള് നീച്ച് പോന്നിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് അപ്പുണ്ട്. അപ്പോൾ അതിങ്ങനെ വേഗം ചട്ടിയിൽ നിന്ന് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിയാൻ സാധ്യത ഉണ്ട്. ഇസോണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആകാൻ വേണ്ടി പേക്കുക കേട്ടോ. അതേപോലെ തന്നെ ഉറക്കം വല്ലാതെ ഒനിക്കും തികഞ്ഞിട്ടില്ല. കാരണം ഇന്നലത്തെ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നീച്ചാൻ കുറച്ച് മടിയാട്ടോ. കുറച്ച് നേരം വിളിച്ചണം. അപ്പം ഇന്ന് എന്തായാലും എനിക്ക് സ്കൂൾക്കൊക്കെ ഇന്നലെ പോയതുകൊണ്ട് തന്നെ നീച്ചാൻ കുറച്ച് ബുദ്ധിമുട്ടിയിരിക്കണം. ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ നീച്ചാത്ത എന്താണെന്ന് വെച്ചാൽ ഓളിന്നലെ ഞങ്ങൾ വൈകിട്ടാണല്ലോ കടന്നിക്കണത്. അതുകൊണ്ടാണ്. അതിലിപ്പോൾ ഇസൂനെ വിളിച്ചിരുന്ന സമയത്ത് ഓളാക്കര ഫസ്റ്റ് നീച്ചിട്ടുണ്ടാക്കുക. ഇതിപ്പോൾ ഓള് നല്ല ഉറക്കത്തിലാണ്. ഇസൂനാണെന്നുണ്ടെങ്കിൽ നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട്. ക്ഷീണം എന്താന്ന് വെച്ചാൽ സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പെയ്ക്കല്ലേന്ന്. ഞാനും ഹെസമോൾ അവിടെ എങ്ങനെ ഇരിക്കുക. ഓനാണെന്നുണ്ടെങ്കിൽ പാർക്കുണ്ട് എൻ്റെ സ്കൂളിൽ. അപ്പം അതുമ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓനും എൻ്റെ ഫ്രണ്ട്സും. അതേപോലെ ഓരോ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓനാകെ ഇങ്ങോട്ട് വിയർത്ത് കുളിച്ച് ആകെതായിട്ട് ക്ഷീണിച്ചിട്ടാട്ടോ ഓന് വന്നിരിക്കണത് ലാസ്റ്റ് എൻ്റെ അടുത്ത്. എന്നാലും എനിക്ക് പോരൻ്റെ കൂട്ടൊന്നുമില്ല. പിന്നെ ടൈം വൈകിയപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നതാണ്. അപ്പോൾ ഈ സുനിയെ ചായ കൊടുത്തു. എന്താണ് ഓനാണെന്നുണ്ടെങ്കിൽ വേഗം കുടിച്ചോ അല്ലെങ്കിൽ എല്ലാവരും പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോന്നു കേട്ടോ. ഇസുവിന് ചായ കൊടുത്ത് ഞാൻ അങ്ങനെ വീണ്ടും എന്താണ് ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും. അതേപോലെ ഇപ്പം ഞാൻ കുക്കറിൽ കറിയാട്ടോ വെക്കണത്. അതുകൊണ്ട് തന്നെ ചോറ് വെച്ചിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഇസുവിന് ഇന്ന് അപ്പം മതി പറഞ്ഞിട്ട് സ്കൂൾക്ക് കറി ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം പിന്നെ കറി വെക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ, ചെറുപയറിൻ്റെ. അങ്ങനെ ചെറുപയറും കറി വെക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പം അതിന് വേപ്പിൻ്റെ ഇല എണ്ണ ഒഴിച്ചിട്ട് പിന്നെ എന്താണ് ഉള്ളി തക്കാളി ഇടാൻ വിചാരിച്ചിട്ട് നിൽക്കണം. ഉപ്പേരിയാക്കി വെക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കറിക്ക് കറി തന്നെ വേണ്ടേ. അപ്പം അതിന് ഉച്ചക്ക് ചോറ് കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പം അതൊക്കെ കൂട്ടാം. പക്ഷേ ഇസുവിന് കറി തന്നെ വേണം, സ്കൂൾക്ക് കുറച്ച് വെള്ളം പോലെ വേണം. അപ്പം ഞാൻ എന്തായാലും എന്താണ് കറി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസുവിന് മദ്രസക്ക് പോവാൻ ഓനെ നോക്കി നിൽക്കുക കേട്ടോ. അതിന് പോണത് നോക്കിയിട്ട് വയ്യോ എനിക്ക് കാലൊക്കെ വേദനിച്ചിട്ടുണ്ട്. കാരണം എന്നാലും നല്ല കളി കളിച്ചു കൂടെ. അപ്പോൾ അതുകൊണ്ടൊരു മന്ദപ്പിൽ അങ്ങനെ പോകുകയാണ് അവന്.
ഞാൻ വീണ്ടും വന്നിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം അതിന് ചെറിയ രീതിയിലിട്ടിട്ട് ഓനെ നോക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നു. കരി കൊടുക്കൊന്നും ചെയ്യില്ല, കാരണം ചെറിയ രീതിയിലാണ് തീ വെച്ചിട്ടുണ്ടായിരുന്നത്. കറി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹെസമോൾ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾക്ക് ഇനി ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ തന്നെ വേണം. അപ്പോൾ ഓൾ ഇനിയും കാത്തു നിൽക്കുക കേട്ടോ. അപ്പം അതിന് ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ. അപ്പം അതുകൊണ്ട് ഓളതിന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഹെസമോളോട് ഞാൻ പല്ലേ ചേരാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടോ. പിന്നെ സിറ്റൗട്ടിൻ്റെ എവിടേക്കാണ് പോണത്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓളൊറ്റക്ക് ഇപ്പോൾ തേച്ചോളാ പറഞ്ഞിട്ട് ഓക്കെ എന്നാൽ എനിക്ക് വേറെ ജോലി എടുക്കാം. പക്ഷെ നല്ല സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഒറ്റക്ക് തേക്കുകയാണെങ്കിൽ ഞാൻ അവിടെ തന്നെ കുറച്ച് നേരം നിൽക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതായാലോ വിചാരിച്ചിട്ടേ. ഉള്ള കളിയും അതേപോലെ ഓരോ പ്രവൃത്തിയും കാണാൻ നല്ല രസമാട്ടോ, വർത്താനവും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു സമയത്ത് ചില സമയത്ത് എനിക്ക് ചിലപ്പോൾ നോക്കി നിൽക്കാൻ പറ്റില്ല. ഒന്നാമത് ഇപ്പോൾ പ്രത്യേകിച്ച് രാവിലെ അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള അടുത്ത് ക്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലേ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരുമോ ചോദിക്കട്ടെ. അപ്പോൾ ഞാനൊരു ചെറിയ രീതിയിലൊരു അമ്മി അതിൻ്റെ കുട്ടിയായിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ ചെറുത് അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നേരം വെളുക്കുമ്പോഴാട്ടോ ഈയൊക്കെ ഓരോ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അമ്മ ഇരിക്കുകയും പറഞ്ഞിട്ട് ഇനി ഇരുത്തിയതാണ്. ഓള് ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല, ഞാനും കുടിച്ചിട്ടില്ല. അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ നല്ല കറി, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആ രീതിയിൽ തന്നെ വന്നിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചെറുതായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ റെഡിയാക്കാം കേട്ടോ. ഞാൻ ഹെസമോള് വേഗം ചായ എടുക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയും കൂടിയും കണ്ട സമയത്ത് നല്ല വിശപ്പും കാര്യങ്ങളും അധികമായി. ഹെസമോള് ഒറ്റക്ക് തിന്നാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാനും പാടെ വരാം, ഒറ്റക്ക് തിന്നണ്ട, പിന്നെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവളവിടെ പൊടിച്ചിരുത്തി കേട്ടോ സോഫയിൽ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിൽ കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം ഒന്ന് തിരുമ്പണ്ടായിരുന്നു കേട്ടോ. ഒന്നെല്ലാം പോയി വന്നതും. അപ്പം ഞാൻ വേഗം തിരുമ്പാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി. അങ്ങനെ തിരുമ്പൽ ഒരുവിധം കഴിഞ്ഞു. ഞാൻ തിരുമ്പിയത് തോരിടാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഹെസമോളെന്നുണ്ടെങ്കിൽ ആകെ പരത്തിയിരിക്കണു കേട്ടോ. ഹാളിലെ എല്ലാ സാധനങ്ങളും ആകെ പരത്തിയിരിക്കണു കേട്ടോ. ഞാൻ കുറേ അവളോട് ചൂടായി, എന്തിനാ ഈ പരത്തിയതൊക്കെ എടുത്തേച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ചൂടായിട്ടോ. പിന്നെ അങ്ങനെ ഒരുവിധമൊക്കെ കഴിഞ്ഞു കേട്ടോ. 1 മണിക്ക് വേറൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. രണ്ടാൾക്കും അതന്നെ കൊടുക്കണ ചായയും അപ്പവും കറി കേട്ടോ. അപ്പം ഹെസമോൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണേ. പിന്നെ ഒരു മഗ്‌രിബിൻ്റെ മുന്നേ നാളേക്കിനുള്ള അപ്പത്തിനുള്ള പൊടി ഉണ്ട് കേട്ടോ, പാലപ്പത്തിൻ്റെ. അപ്പം അത് ഓഫറിൽ കിട്ടിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് ഞാനത് വീണ്ടും കൂട്ടി വെക്കുക കേട്ടോ രാവിലേക്കൊക്കെ. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം.